ബുധനാഴ്ച ഒരു ദിവസത്തെ ക്ലാസ് അല്ലായിരുന്നു അത്. Good morning all. Good morning, teacher. Good morning. Morning, teacher. Good morning. Good morning. ലാസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മള് ഒരു ക്ലാസ് മാത്രമേ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ അല്ലേ? അതെ ടീച്ചർ. അപ്പോൾ നമ്മള് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ചായിരുന്നു അന്ന് ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചൈൽഡ്ഹുഡിൽ നമുക്കറിയാം, കുട്ടിക്കാലത്ത് നമുക്ക് കുട്ടികളിൽ കോമൺ ആയിട്ട് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിനെ കുറിച്ചിട്ടായിരുന്നു നമ്മള് ക്ലാസ്സിൽ പറഞ്ഞത്. ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ യൂണിറ്റ്സിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ്. കുറെ കുട്ടികള് ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് കയറിയവരുണ്ടാവും. അപ്പൊ നമുക്കൊന്നും കൂടി സമ്മപ്പ് ചെയ്തൊന്ന് പറയാം. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്തുകൊണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചാല് നമ്മുടെ ടീച്ചേഴ്സ് ആയിരിക്കുന്ന സമയത്ത് കുട്ടികളില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചിലപ്പോ അസുഖങ്ങളൊക്കെ നമുക്ക് അസുഖങ്ങളുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ അവർക്ക് എന്താണ് അസുഖം എന്ന് നമ്മൾ മുൻകൂട്ടി എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. അവരുടെ സിംറ്റംസ് നോക്കി നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. എന്തുകൊണ്ട് കുട്ടികളിൽ കോമൺ ആയിട്ട് എപ്പോഴും അസുഖങ്ങൾ വരുന്നത് നമുക്കറിയാം. ഒരു തോന്നുന്നു ഒരു 3 years അല്ലെങ്കിൽ 6 years വരെയും കുട്ടികൾ എപ്പോഴും അസുഖങ്ങൾ വരും ഇല്ലേ? കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും, എപ്പോഴും അവർക്ക് അസുഖങ്ങളായിരിക്കും. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫിസിഷ്യന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടാവും ഇല്ലേ? ഇല്ല, പോവാറില്ല ഡോക്ടറുടെ അടുത്ത്? ഓക്കെ. കാരണം എന്താണ്, കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. നമ്മളെ പോലെ മുതിർന്നവരെ പോലെ അത്ര ഇമ്മ്യൂണിറ്റി പവർ ആർക്കില്ല, കുട്ടികൾക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ട് വരുന്നത്. സോ നമ്മള് മെയിൻ ആയിട്ട് 2 types ഓഫ് ഡിസീസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. കണ്ടാജീനിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാല് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ കണ്ടാജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ കോവിഡ് ഒക്കെ ഇല്ലേ, നമ്മള് കോവിഡിന്റെ സമയം ഓർമ്മയുണ്ടല്ലോ, കോവിഡ് ഒക്കെ ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കോൺട്രാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യും. ഇൻഫെക്ഷൻ ഡിസീസ് പറഞ്ഞു. ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് വെച്ചാൽ ഫുഡ്, വാട്ടർ, എയറിലൂടെ സ്പ്രെഡ് ആകുന്ന ഡിസീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇൻഫെക്ഷൻ ഡിസീസ് എന്ന് പറഞ്ഞത്. ദെൻ നമ്മൾ നോക്കിയത് ഫുഡ് ഇൻഫെക്ഷൻ ഡിസീസിന്റെ മീഡിയംസ് ഡിസ്കസ് ചെയ്തോ? ഡിസ്കസ് ചെയ്തായിരുന്നു സാർ. ഫുള്ളും പറഞ്ഞോ? ഇല്ല അല്ലെ? ഇല്ല, ഫുള്ള് പറഞ്ഞില്ല. ഓക്കെ. അപ്പോ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ ഡിസീസ് എപ്പോഴും വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ എങ്ങനെയാണ് കുറവാണ്. അതേപോലെ നമ്മളെക്കാൾ കൂടുതൽ സറൗണ്ടിങ്സ് ആയിട്ട് എന്നുവെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ആരാണ്, കുട്ടികളാണ്. കാരണം മുതിർന്നവരാരും ചപ്പലില്ലാണ്ട് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ഫീറ്റ് കൊണ്ട് മണ്ണിലൊന്നും നടന്നു പോകില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അവർ കളിക്കാൻ പോകുന്ന സമയത്തും മറ്റൊക്കെ അവർ പുറത്തൊക്കെ പോകുമ്പോൾ അവരെന്ത് ചെയ്യും, ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ അവരെ കാലുമ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും അതിലൂടെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് അവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പേടിയല്ലേ, ഒരാൾ ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമുക്ക് തന്നെ പേടിയാ. കാരണം എന്താണ്, അയാൾക്കുള്ള അസുഖം നമുക്ക് വരുമോ എന്നുള്ളൊരു പേടിയാണ്. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് എവിടെയുണ്ട്, നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ട്. സോ ഇത് എന്തിന് ദോഷകരമാണ്, നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് അത് എന്താ പറയാ അഫക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അസുഖമുണ്ട്, എല്ലാവർക്കും ഇപ്പൊ ചുമയാണ്. ഞാൻ ഇവിടെ ഞങ്ങള് എന്താ പറയാ എന്റെ പരിചയത്തിൽ മിക്കവർക്ക് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ചുമയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ തോന്നുന്നു ഇതേപോലത്തെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ കോവിഡിന്റെ എന്തെങ്കിലും വകഭേദമോ ആയിരിക്കാം അവർക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. തീരെ അത് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ എന്താണ് ഈ ഒരു അസുഖമുണ്ട്. നമ്മൾ കോവിഡിന്റെ സമയത്ത് കോവിഡ് ആണെന്ന് കേട്ടത് അല്ലാതെ ഇതേപോലത്തെ കഫ്,
അതേപോലെ തന്നെ എന്താ പറയാ, കോൾഡ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? കോവിഡ് ആണ്, ടെസ്റ്റ് ചെയ്തപ്പോ കോവിഡ് ആണ്, അല്ലാതെ കഫും കോൾഡ് ഉണ്ടായിരുന്നോ? എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് നന്നായിട്ട് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കുറച്ചും കൂടി ഹൈജീൻ പ്രാക്ടീസ്, നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യുന്നു. മേ ബി കുറച്ചും കൂടി ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോഡി വാഷ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് മോള് ചെറുതായിരുന്നു. അപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്യും. എന്നിട്ട് ഞാൻ ബാത്തൊക്കെ ചെയ്തിട്ടായിരിക്കും കുട്ടീനെ എടുക്കുന്നത്. കാരണം അത്രയും നമ്മൾ എന്താണ് ഹെൽത്ത് കോൺഷ്യസ് ആയി. പക്ഷെ കോവിഡ് മാറി, കോവിഡ് ഇല്ല, നമ്മൾ മാസ്ക് വെക്കേണ്ടെന്നായി. ഇപ്പൊ നമ്മൾ എങ്ങനെയാണ്, പഴയ പോലെ ആയോ? ആരെങ്കിലും സാനിറ്റൈസർ കാണുന്നുണ്ടോ? അപ്പോ ചിലവരത് ഫോളോ ചെയ്യുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നു നല്ലൊരു ഹാബിറ്റ് ആയിരുന്നു ആ സമയത്ത് നമ്മൾ ഫോളോ ചെയ്തത്. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ നമ്മളതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ ഒരു പരിധി വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ കുട്ടികളില് ഞാൻ പറഞ്ഞു മേജർ ആയിട്ട് 2 types ഓഫ് ഡിസീസ് ആണ്, കണ്ടേജീനിയസ് ആൻഡ് ഇൻഫെക്ഷൻ. കണ്ടേജീനിയസ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടേജീനിയസ് ഡിസീസ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ കോൺടാക്ട്. ഒരു വ്യക്തിയായിട്ട് ഇടപെടുമ്പോഴോ നമ്മൾ ആ ഒരു കോൺടാക്റ്റിൽ ഏർപ്പെടുമ്പോഴോ നമുക്ക് വരുന്ന അസുഖങ്ങൾ. The germs of these diseases are very strong. ഈ ഡിസീസിന്റെ ജേംസ് വളരെ സ്ട്രോങ് ആണ്. They spread easily and critically. ഈ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, നമ്മളെ ക്രിട്ടിക്കൽ ആക്കുകയും ചെയ്യും. കോവിഡ് വന്നവർക്ക് അറിയാൻ പറ്റും, പെട്ടെന്നായിരിക്കും അത് സ്പ്രെഡ് ആവുന്നത്. ജസ്റ്റ് ഒരു കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ആകുന്നു, പക്ഷെ നമ്മുടെ ഹെൽത്ത് വളരെയധികം വീക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. Then the medium of infection disease, മെയിൻ ആയിട്ടുള്ള മീഡിയം ആണ് ഫുഡ്. ഈ ഇൻഫെക്ഷൻ ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള മീഡിയംസ് ആണ് ഫുഡ്, വാട്ടർ, എയർ. ഓക്കെ, ഇൻഫെക്ഷൻ ഡിസീസ് സ്പ്രെഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്. ഇത് കൂടാതെ താഴെ പറയുന്ന മെത്തേഡ്സിലൂടെയും ഇൻഫെക്ഷൻ ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഫുഡ് ഐറ്റംസിൽ എങ്ങനെ ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്? അത് നമ്മൾ ഈ ഫ്ലൈസും ഇൻസെക്ട്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഐറ്റംസിലൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്, ഒരു അസുഖമാണ് ഫുഡ് ഇൻഫെക്ഷൻ ആണ്. കേട്ടിട്ടുണ്ടോ അത്? കാരണം എന്താണ്, നമ്മളിപ്പോ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പാചകം ചെയ്താണോ കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു വർക്കിംഗ് പേഴ്സൺസ് ആണ് കൂടുതലായിട്ട് പുറത്തുനിന്ന് ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെ? അപ്പോ ഫുഡ് ഇൻഫെക്ഷൻസ് ആണ് എന്ന് നമ്മളിപ്പോ കൂടുതലായിട്ട് കേൾക്കാറുണ്ട്. ഇപ്പൊ എന്ത് പറ്റിന്ന് വരാനെന്ന് നമ്മുടെ കൊളീഗ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഡയലോഗ് ആയിരിക്കും, ദിവസം ഫുഡ് കഴിച്ചു, ഒരു ഹോട്ടലിന്റെ പേര് പറയും, പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു, ഒട്ടും വയ്യായിരുന്നു, ഫുഡ് ഇൻഫെക്ഷൻ ആയി, ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. അപ്പൊ എന്താണ് പ്രശ്നം? നമ്മള് മാക്സിമം നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വീട്ടിൽ പാചകം ചെയ്ത് കുക്ക് ചെയ്ത് കറക്റ്റ് വേവും അതേപോലെ തന്നെ വേവിച്ച് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. മാക്സിമം ഈ ചിപ്സ് കാര്യങ്ങളില്ലേ, ലേസ് പോലെ കൂൾ ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ ചിപ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ വീടിന്റെ അടുത്ത് വാങ്ങിച്ചിരുന്ന പണ്ടത്തെ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെന്താ പറയാ കറിവറുത്തൊക്കെ, അതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അത് കുഴപ്പമില്ലാന്ന് വയ്ക്കാം. അതിൽ നമ്മൾ അധികം കെമിക്കലോ മായങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ ഈ ലേസ്, കുറുക്കുറെ പോലത്തെ ഇതുണ്ടല്ലോ പാക്കറ്റിലുള്ള ഫുഡ്സ്, അത് മാക്സിമം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. കാരണം ഈ ലേസ് കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് വയറിന് ദോഷകരമാണ്, അത് വയറുവേദനയൊക്കെ വരാനുള്ള കാരണമാകും. പിന്നെ അത് നമ്മള് കൂടുതൽ കുട്ടികൾ കൺസ്യൂം ചെയ്യുന്നത് നല്ലതല്ല. അത് ഓക്കെ, അതൊരു സൈഡില്. അത് കൂടാതെ നമ്മൾ ഈ ഇൻസെക്ട്സ്, ഫ്ലൈസ് ഒക്കെ വന്നിരിക്കുന്ന ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കരുത്. നല്ല രീതിയിൽ അടച്ച് ഫുഡ് ഉണ്ടാക്കി നല്ല രീതിയിൽ അത് എന്ത് ചെയ്യണം, നല്ല ലോക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സിൽ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മളത് സൂക്ഷിച്ചു വെക്കണം. കാരണം ഫ്ലൈസ് ഒക്കെ നമ്മളുടെ കണ്ണ് വെട്ടിച്ച് വന്നിരിക്കും. അത് നമുക്ക് എന്തൊക്കെ അസുഖമാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
സോ നമ്മുടെ ഫുഡ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് തന്നെ കൊടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഫ്ലൈസും മറ്റ് ഇൻസെക്ട്സുകളും അതിരിക്കാത്ത ഫുഡുകൾ മാക്സിമം എന്ത് ചെയ്യാൻ സെർവ് ചെയ്യാൻ നോക്കാം. ദെൻ നമ്മൾ പിന്നീട് പറഞ്ഞൊരു പോയിന്റ് ആയിരുന്നു എയർ. എയർ എന്ന് പറഞ്ഞാല് നമ്മളൊരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു അസുഖമുള്ള ഒരു വ്യക്തി തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തൗസൻഡ്സ് ഓഫ് ജേംസ് ആണ് നമ്മളുടെ എയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. സോ നമ്മളത് ഇൻടേക്ക് ചെയ്യുമ്പോൾ ആ ജേംസ് ആരുടെ ബോഡിയിലേക്ക് കൂടി എൻട്രി ചെയ്യാണ്, നമ്മൾ ഓരോരുത്തരുടെ ബോഡിയിലേക്ക് കൂടി എൻട്രി ചെയ്യുന്നത്. സോ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞൊരു വ്യക്തിനെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, ആദ്യം അഫക്ട് ചെയ്യുന്നത്. സോ സാധാരണ ഇമ്മ്യൂണിറ്റി പവർ ആർക്കാ കുറവ്? കുട്ടികൾക്കാണ് കുറവ്. കുട്ടികൾക്കും അതേപോലെ തന്നെ പ്രായമായവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള വ്യക്തികളുണ്ടാവില്ലേ, ക്രോണിക് ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ പ്രായമായവർക്കും എന്താണ് ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. സോ അവരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ജേംസ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോ എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള അസുഖങ്ങളാണ് കഫ്, കോൾഡ്, മീസിൽസ്, സ്മോൾ പോക്സ്, ട്യൂബർകുലോസിസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾ സ്പ്രെഡ് ഔട്ട് എയറിലൂടെ സ്പ്രെഡ് ആവുന്ന അസുഖങ്ങളാണ്. നമ്മൾ ഈ 2 പോയിന്റ് ആണോ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? അതെ മാം. ഓ, എല്ലാവർക്കും ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് മനസ്സിലായോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത കുട്ടികൾക്ക് ഓക്കെ ആണോ? ഓക്കെ. Then animals and other creatures. നമുക്ക് ഈ അനിമൽസും അതർ ക്രീച്ചേഴ്സ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻസെക്ട്സിന്റെ കാര്യം തന്നെ പറയാം. ഈ ഫ്ലൈസ് ഒക്കെ ഉണ്ടല്ലോ, ഈച്ച, ശരിയാണ്, എന്താണ് ഒരുപാട് ഡിഫറെന്റ് ഡിഫ്തീരിയ അല്ല ഡിസെൻട്രി, അതേപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഈ അതേപോലെ ജോണ്ടിസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഫ്ലൈസ് മെയിൻ ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കി. ഓക്കെ. മലേറിയ. ചിക്കൻഗുനിയ. ഓക്കെ. ഓക്കെ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ റാറ്റ്സ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, പെറ്റ് ഡോഗ്സ്, നമ്മുടെ ഫാം അനിമൽസ്, ഈവൻ ബേർഡ്സ് വരെയും എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷിപ്പനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതേപോലത്തെ അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ബേർഡ്സും അനിമൽസും എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സോ ഇതുവഴി നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് വഴി നമുക്ക് എന്ത് വരുന്നുണ്ട്, അസുഖങ്ങൾ വരുന്നുണ്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നിപ്പ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിപ്പ ഇടയ്ക്ക് വരാറുണ്ട്. അതും ബേർഡ്സ് വഴിയാണ് സ്പ്രെഡ് ചെയ്യണെന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ബിസൈഡ് ഫ്ലൈസ് മാത്രമാണോ, ഈച്ചകൾ മാത്രമാണോ സ്പ്രെഡ് ചെയ്യുന്നത്? അല്ല. മൊസ്കിറ്റോസ്, ഇൻസെക്ട്സ്, റാറ്റ്സ് ആൻഡ് അതർ ക്രീച്ചേഴ്സ് ലൈക്ക് പെറ്റ് ഡോഗ്സ്, farm animals and even birds are responsible for carrying infections carry ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. ഫിലറിസിസ്, ടൈഫോയിഡ് വേണ്ട കേട്ടോ. ടൈഫോയിഡ് അനിമൽസ് അല്ല സ്പ്രെഡ് ചെയ്യുന്നത്, ബാക്ടീരിയയിലൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. ടൈഫോയിഡ് കട്ട് ചെയ്താവുന്നേക്ക്. മലേറിയ, പ്ലേഗ്, കോളറ, ഫ്രഞ്ച് ഫീവേഴ്സ് എക്സെട്ര. നിങ്ങൾക്ക് ഫിലാറിസ് ചെയ്യും, മലേറിയ അറിയാം, പ്ലേഗ് അറിയാം, കോളറ അറിയാം അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈ അസുഖങ്ങളുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ട് അല്ലെ? നമുക്ക് അസുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് മാത്രം പറയണേ. ഈ ഫ്രഞ്ച് ഫീവർ എന്താ, കേട്ടിട്ടുണ്ടോ? ഇല്ല മാം, അറിയില്ല. ഫ്രഞ്ച് ഫീവർ എന്ന് പറയുന്ന അസുഖം നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു ഇൻസെക്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസെക്ട് സ്പ്രെഡ് ചെയ്യുന്ന ആണ് എന്താണ്? ഫ്രഞ്ച് ഫീവർ. ചിലപ്പോ ഈ കാണുന്ന കാണുമ്പോ മനസ്സിലാവില്ല, ഞാൻ ആ ജീവിനെ എടുത്ത് കാണിച്ചു തരാം, എന്നാലും മനസ്സിലാവും എനിക്കറിയില്ല കേട്ടോ.
മനസ്സിലാവുന്നുണ്ടോ ജീവനെ? ഇല്ല അല്ലെ? പേനാണോ? ബോഡി. അപ്പം ഈ ഒരു ചെറിയ ജീവി പോലും നമുക്ക് എന്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്? അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇത് എക്സ്ട്രീം കേസിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ വിചാരിക്കും ഫ്രഞ്ച് ഫീവർ എപ്പോഴും വരും, അങ്ങനെയല്ല. അതൊരു ഇൻഫെക്ഷൻ ആണ്. കാരണം ചില കുട്ടികളിൽ ഇപ്പോ ചിലവർക്ക് ഈ അസുഖം കൂടുതലായിട്ട് വരും, ചില ആ ഒരു ഇൻഫെക്ഷൻ കൂടുതലുള്ളവർക്ക്. ഇപ്പൊ എന്റെ പരിചയത്തില് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടി 2ാം ക്ലാസ്സിലെയാണ്. അപ്പൊ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ ആ കുട്ടിയുടെ ഒപ്പം ആരും ഇരിക്കുന്നില്ല. നമ്മൾ ക്ലാസ്സിൽ ചെന്നപ്പോ ആരും ഇരിക്കുന്നില്ല, അവൾ ഒറ്റയ്ക്ക് മാറിയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്താണ് അവളുടെ ഒപ്പം ഇരിക്കാതെ ചോദിച്ചു. അപ്പൊ പറഞ്ഞത് കുട്ടികൾ പറഞ്ഞു അവളുടെ തല നിറച്ച് ആണ് മിസ് എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ അത് നോർമൽ അല്ല, എല്ലാവർക്കും ഉള്ളതല്ലേ, നിങ്ങൾ എന്തെങ്കിലും വേർതിരിവാണെങ്കിൽ. ഞാൻ എന്ത് ചെയ്തു, കുട്ടികളെ ഉപദേശിച്ചു. എന്നിട്ടും ഞാൻ ഇത് അവളുടെ അടുത്ത് പോയി ചോദിച്ചു. ഞാൻ പോയി ചോദിക്കണ വരെയും നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത്. പക്ഷെ ഞാൻ ചെല്ലുമ്പോ ആള് നമ്മുടെ എന്താ പറയാ, ഇവിടെ മുമ്പ് ഇവിടെ എല്ലാം പഠിച്ചിട്ട് വേറെ സ്ഥലത്ത് നിന്ന് മാറി വന്ന കുട്ടിയാണ്. അപ്പൊ നോക്കുമ്പോ ആള് ചെറിയ കുട്ടിയാണ്, 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്. പക്ഷെ നല്ല മുടിയുണ്ട്, അത്യാവശ്യം നീളം ഉള്ള മുടിയുണ്ട്. പക്ഷെ തല നിറച്ചും ഈ ഒരു അവസ്ഥയാണ് പെരുന്നാണ്. എന്നുവെച്ചാൽ മൊത്തം ഒന്ന് അനക്കുമ്പോ തന്നെ നിറച്ച് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഓക്കെയാണ്. പക്ഷെ ഇല്ലേ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ബാക്ക് സൈഡ് മൊത്തം മൊഴി പിടിച്ച പോലെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വന്നിരിക്കുകയാണ്. ഞാൻ ഇതിന്റെ ഇമേജ് നിങ്ങൾക്ക് കാണിച്ചിട്ടാം. ഇതൊരു ഇൻഫെക്ഷൻ, കഴുത്ത് മൊത്തമായിട്ട് അത്രയും ഇൻഫെക്ഷൻ വന്നിരിക്കാം. ഈ ചുമന്നിട്ട് ഇതേപോലെ പുറം മൊത്തം എന്താണ് ഇൻഫെക്ഷൻ വന്നിരിക്കായിരുന്നു. അപ്പൊ ചെറിയ കുട്ടി, തീരെ ചെറിയ കുട്ടിയാണ്. അമ്മയാണെങ്കിൽ ജോലിക്ക് പോവാണ്. അതേപോലെ തന്നെ പിന്നെ ചേച്ചിയുണ്ട്. അപ്പൊ ചേച്ചിയുണ്ട്, പക്ഷെ എന്താണ് കേട്ടോ, പക്ഷെ ഇത് ചേച്ചിക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ചേച്ചിന്റെ വീട്ടിൽ എന്താണ് പഠിക്കുകയാണ്, ഇതൊന്നും ചേച്ചിയാണ് നോക്കിയിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഇത് വരില്ലായിരുന്നു. പക്ഷെ ഇതേപോലെ ഒരു ഈ ചുമന്ന കളറിൽ നിങ്ങൾ കാണുന്നില്ലേ ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ ആയിരിക്കും. ഞാൻ അതിന്റെ പാരന്റിനോട് പറഞ്ഞു, ഞാൻ കുട്ടികളെ നമുക്കത് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. മറ്റു കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളായതുകൊണ്ട് പിന്നെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ, ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ പാരന്റിനോട് പറഞ്ഞു. ഡോക്ടറെ ഒന്ന് കാണിക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ ആദ്യം തന്നെ പറഞ്ഞു ആ മുടി മുഴുവനും കളഞ്ഞു, കുട്ടിയുടെ ഹെൽത്ത് വളരെ വീക്കാണ്, കാരണം ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ തന്നെ ആന്റിബയോട്ടിക് കൊടുത്തു, പ്രിസ്ക്രൈബ് ചെയ്തു. ദെൻ മുടി ഫുള്ളായിട്ട് മൊട്ടയടിച്ചു. ദെൻ എന്താ പറയാ, ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 1 മാസത്തോളം അത് ട്രീറ്റ്മെന്റ് എടുത്തു, മാറി. എന്തോ ഭാഗ്യം കൊണ്ടത് മാറി. കാരണം ഇത് എക്സ്ട്രീം കേസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി എന്താണ് ഡിഫിക്കൽട്ട് ആണ്. സോ അത് കുട്ടിക്ക് മാറി. അപ്പൊ നമ്മൾ കുട്ടികളുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികൾ അത് നിസ്സാര ഒരു ജീവിയല്ലേ, അത് കുഴപ്പമൊന്നുമില്ല എന്നല്ല, കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കണം. ഈ പറഞ്ഞ കുട്ടിയുടെ ചില അവസ്ഥ ഭയങ്കര നേരിട്ട് കണ്ടതാ, ഭയങ്കരമായിട്ട് മോശമായിരുന്നു. അതിനൊട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഡിസ്റ്റർബൻസ്, ഒന്ന് അവോയ്ഡിങ്ങിന്റെ പ്രശ്നം, പിന്നെ ഈ ഒരു പ്രശ്നം, അതിന് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളല്ലേ, നമ്മൾ ശ്രദ്ധിക്കാം. കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അവർക്ക് മുടിയൊക്കെ വളർത്തിയാൽ മതി. അപ്പൊ ഇത് ഒരു അസുഖമാണ് ട്രെഞ്ച് ഫീവർ എന്ന് പറയുന്നത്. അത് ഇൻസെക്ട്സ് ആൻഡ് അതർ അനിമൽസ് മുഖേന വരുന്ന ഒരു അസുഖമാണ്. നമ്മള് പുറത്തൊക്കെ പോവില്ലേ, കുട്ടികളെ കൊണ്ട് പുറത്ത് പോവില്ലേ, കറങ്ങാനോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോവാറില്ലേ കുട്ടികളെ കൊണ്ട്? ഓക്കെ, പുറത്ത് പോകുമ്പോ കുട്ടികൾക്ക് ഈ സർബത്ത് വേണം, ഐസ് വേണം എന്നൊക്കെ പറയില്ലേ, ദാഹിക്കും. എന്റെ മോക്കുള്ള പ്രശ്നമാണ്. പുറത്തേക്ക് എവിടെയും പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇതിനെ കടലിൽ അവിടെ എത്തുമ്പോ അമ്മ ദാഹിക്കണം, അമ്മ വെള്ളം വേണമെന്ന് പറയും. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, മിനറൽ വാട്ടർ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഞാൻ അവളെ കൊണ്ട് പുറത്ത് പോവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ബാഗിൽ അവിടെ കാണാണ്ട് എന്ത് ചെയ്യും, വെള്ളം എടുക്കും, എന്നിട്ട് എടുത്തു വെക്കും. നമുക്ക് ഇഷ്ടമല്ല, കാരണം ഇങ്ങനെ പുറത്ത് പോയി കഴിഞ്ഞാല് ഇങ്ങനെ ജ്യൂസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും എന്നാണ് ആളുടെ വിചാരം. പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുക്കൂല. അപ്പൊ എന്ത് ചെയ്യാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവൾക്ക് ദാഹിക്കുമെന്ന് പറയുമ്പോൾ അത് എടുത്ത് കൊടുക്കും. അപ്പൊ ഒരു നോട്ടുണ്ട് കേട്ടോ, എന്നെ പറ്റിച്ചല്ലോ എന്നുള്ള രീതിയിൽ. കാരണം മാക്സിമം നമ്മൾ പുറത്ത് നിന്ന് ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റിൽ, ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് ടീ, അതേപോലെ കോഫി, സോർബറ്റ്, ഇപ്പൊ ജ്യൂസ്,
ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു പരിധി വരെയും എന്ത് ചെയ്യാൻ കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ ജ്യൂസ് വേണോ, ഫ്രൂട്ട്സ് നമുക്ക് എന്താ പറയാ നമ്മൾ വാങ്ങിച്ച് അത് നമ്മൾ എന്ത് ചെയ്യാം ജ്യൂസ് ആക്കി കൊടുക്കാം. കാരണം ഈ ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളും ഈ ജ്യൂസും കാര്യങ്ങളും കുടിക്കുന്ന മൂലം വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കാം. മാക്സിമം നമുക്ക് പറയാൻ പറ്റൂല ഇതെല്ലാം നല്ല വൃത്തിയുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തത് എന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. പണ്ട് നമ്മൾക്ക് കുൽഫി ഐസ്ക്രീം ഒക്കെ ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിൽ നിങ്ങളുടെ ചെറുപ്പത്തിൽ ചിലപ്പോ കഴിച്ചിട്ടുണ്ടാവും. എന്റെ ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. സമ്മർ വെക്കേഷന്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഐസ്ക്രീമിന്റെ ഇത് വരുമല്ലോ, വണ്ടി വരുമല്ലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ? അല്ല, കഴിച്ചിട്ടില്ല. അന്ന് നമുക്കത് വിൽക്കാൻ വേണ്ടി വരുന്നത് മലയാളികൾ തന്നെയായിരുന്നു അല്ലെ? എനിക്ക് എന്റെ ഓർമ്മയിലൊക്കെ അത് മലയാളികൾ തന്നെയാണ്. പക്ഷെ ഇന്ന് അതേപോലെ തന്നെ ഈ ഐസ്ക്രീമും കൊണ്ട് നടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് ഹിന്ദിക്കാരാണ് അല്ലെ? പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ ഞാനൊരു വീഡിയോ കണ്ടതാണ് യൂട്യൂബിലോ ഞാനും ഒരു വീഡിയോ കണ്ടതാണ്. ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ വീഡിയോ, ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്നതിന്റെ വീഡിയോ. ഏറ്റവും എന്താണ് വൃത്തിയില്ലാത്തൊരു അന്തരീക്ഷത്തിൽ വന്നിട്ടാണ് ഈ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്നത്. എന്തോ ബാത്റൂമിൽ വെള്ളം കളക്ട് ചെയ്യുന്നു, എന്തൊക്കെയോ കെമിക്കൽസ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് അത് എന്ത് ചെയ്യാണ് പ്രിപ്പയർ ചെയ്യാണ്. ഒരു കാരണവശാല് പുറത്തുനിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചു കൊടുക്കരുത്, ഇതേപോലെ വിൽക്കുന്ന ഐസ്ക്രീം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കരുത്. ഓക്കെ, അത് ഇല്ലാത്ത അസുഖം വരെ നമുക്ക് കുട്ടികൾക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയാവും. ഓക്കെ, ഇനി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് അമ്മമാരല്ലേ നിങ്ങള്, അല്ല കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള അമ്മമാരാണ്. നമ്മുടെയൊക്കെ അമ്മമാര് നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാല് അവർക്കത് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്കറിയാം എങ്ങനെ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യണം, അത് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. സോ നമുക്കത് എന്താ പറയുക, യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നോക്കി നമുക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല ബ്രാൻഡുകൾ, ഇപ്പൊ മിൽമയുടെ ഒക്കെ ഐസ്ക്രീം ഉണ്ട്. സോ നമുക്ക് വിശ്വാസമുള്ള ബ്രാൻഡുകൾ, ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു വരുന്ന ഐസ്ക്രീമും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാം വാങ്ങിച്ചു കൊടുക്കാം. പിന്നെ ഐസ്ക്രീം കൊടുക്കുന്നത് അത്ര നല്ലതല്ല, കാരണം ഈ കോൾഡും കഫൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടും, അതിനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഐസ്ക്രീം തണവുള്ളത് ഒഴിവാക്കാം. ദെൻ മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, ഡ്രിങ്ക്സും കാര്യങ്ങളും കുട്ടികൾക്ക് കൊടുക്കുക. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഡ്രിങ്ക്സ് ക്യാരി ചെയ്യാനായിട്ട് നോക്കാം. ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് കുട്ടികൾ മാത്രമല്ല നമ്മളും എന്ത് ചെയ്യരുത്, ചായയും കോഫിയും കാര്യങ്ങളൊന്നും കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, സോർബറ്റ്. In the market, tea, coffee, sorbet are sold in open. അപ്പോൾ ടീ, കോഫി, സോർബറ്റ് ഒക്കെ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടാണ് സോൾഡ് ചെയ്യുന്നത്. These are contaminated by dust and other dirt particles. ഡസ്റ്റ്, മറ്റ് dirt particles ഒക്കെ ആയിട്ട് കണ്ടാമിനേറ്റഡ് ആണ്, മലിനപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്? ഡിസെൻട്രി, കോളറ, fever, typhoid, etc. are the disease which is spread through the medium. ഈ മീഡിയം വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് ഏതെല്ലാം? ഡിസെൻട്രി, കോളറ, ഫീവർ, ടൈഫോയിഡ്. നമുക്കിത് ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, പേര് മാത്രം പറഞ്ഞു പോകുന്നത്. ഇവിടെ ഒരു എത്രയാണ്, ഒരു 10 വയസ്സുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? ആ ഒരു റേഞ്ചിൽ 10-12 വയസ്സിലേക്ക്. ഓക്കെ, അവര് കളിക്കാൻ പോവാറുണ്ടോ പുറത്ത്? ഉണ്ട്. എങ്ങനെയാ പോകുമ്പോ എങ്ങനെയാണ് അവരുടെ കോലം? തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ്? കൈയും കാലും ഒക്കെ. അല്ലെ, ഞങ്ങളുടെ അവിടെ കോർട്ട് ഉണ്ട്. കോർട്ടിലേക്ക് പോകുമ്പോ, കളിക്കാനായിട്ട് പോകുമ്പോ നല്ല മിടുക്കനായിട്ട് കുളിച്ചു കുട്ടമ്മമാരായിട്ടാ പോണം. നല്ല രസം കാണാനായിട്ട്. ഡ്രസ്സൊക്കെ നല്ല ഭംഗിയിൽ പോലെ തിരിച്ചു വരുന്നതില്ലേ, കോർട്ട് ചെങ്കല്ല ഏതോ ചെളിയിൽ കുളിച്ചു വരുന്ന രീതിയാണ് തോന്നുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ കുട്ടികളെ അങ്ങനെ പ്ലേ ടൈം വേണം. കുട്ടികളുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ഏറ്റവും നല്ല എക്സസൈസ് ആണ്. ഫിസിക്കൽ ഡെവലപ്മെന്റ് നല്ലതാണ് പ്ലേ ടൈം എന്ന് പറയുന്നത്, നല്ലതാണ്. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് ഇതിലേക്ക് വരുമ്പോ നല്ല രീതിയിൽ എന്താണ് ഹാൻഡും ഫീറ്റും ബോഡിയും നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ അവർ എന്ത് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് കയറ്റാൻ. അങ്ങനെയല്ല, ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കൈകൾ നല്ല രീതിയിൽ വൃത്തിയാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം കൈയൊക്കെ നല്ല രീതിയിൽ വൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അണുക്കൾ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്,
ബോഡിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മളപ്പോ നല്ല ഹെൽത്തി ആയിട്ട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ എന്തെങ്കിലും ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ശീലിപ്പിക്കണം. അപ്പൊ ഹാൻഡ് വാഷ് നമ്മൾ എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും, അതേപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം, പിന്നെ നമ്മൾ ഇതേപോലെ പ്ലേ ടൈം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് 2 നേരം ബ്രഷ് ചെയ്യണം, ബാത്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു ആക്ഷൻ സോങ്ങിലൂടെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് അത് അവരുടെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് ആണ്. Children should be trained to wash their hands and feet constantly, especially after any travel or sports. നമ്മൾ പുറത്ത് പോയതിനു ശേഷം, അതേപോലെ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞ് പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഹാൻഡ്സ് ഒക്കെ നല്ല രീതിയിൽ, ഹാൻഡ്സ് ഫീറ്റ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്യാനായിട്ട് പറയാം, ശീലിപ്പിക്കാം. There are thousands of germs in the soil. നമ്മൾ കാണാത്ത, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത thousands of germs എന്തിലുണ്ട്, സോയിലുണ്ട്. After playing with the soil, children may take food without washing their hands properly. ഇനി നമ്മള് പ്ലേ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾ എന്താണ്, സോയിലിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്യാണ്ട് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്താണ്, ജേംസ് എവിടേക്ക് എൻ്റർ ആവും, നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകും. അതുവഴി നമുക്ക് എന്ത് വരും, അസുഖങ്ങൾ വരും. Thus the germs get into the body and bring disease. നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആകുകയും നമുക്ക് അസുഖങ്ങൾ വരാനും കാരണമാകും. എന്തെല്ലാം അസുഖങ്ങളാണ് വരുന്നത്? ഡിസീസ് ലൈക്ക് പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് എക്സെട്ര ആർ ട്രാൻസ്മിറ്റഡ് ദിസ് വേ. അപ്പോൾ ഈ പറയുന്ന അസുഖങ്ങൾ, പോളിയോ, ഡിസെൻട്രി, ടെറ്റനസ് ഒക്കെ നമ്മൾക്ക് ഈ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ്. അപ്പോ ഇൻഫെക്ഷൻ ഡിസീസിന്റെ മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഫുഡ് ഐറ്റംസ്, എയർ, അനിമൽസ് ആൻഡ് അതർ ക്രീച്ചേഴ്സ്, ഡ്രിങ്ക്സ് ലൈക്ക് വാട്ടർ, ഐസ്, ഓർബറ്റ്, ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വഴിയൊക്കെ നമുക്ക് എന്താണ് അസുഖങ്ങൾ കോമൺലി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് പേജ്, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിന്റെ ഫസ്റ്റ് പേജ് നല്ല രീതിയിൽ റീഡ് ചെയ്യാം. അസുഖങ്ങളെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, കാരണം നമ്മൾ ഇനി അസുഖങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനായിട്ട് പോവാണ്. സോ അത് മാത്രം ഞാൻ ചെയ്തിട്ടില്ല, ബാക്കി നിങ്ങൾ ഫുൾ ആയിട്ടൊന്ന് റീഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ,
റീഡ് ചെയ്ത് നോക്കിയോ? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണോടാ? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടോ വേറെ? അതെന്താന്ന് അറിയാം, നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. കാരണം ഞങ്ങൾക്കറിയാം ഓൺലൈൻ, നിങ്ങൾ വിചാരിക്കുക ഓൺലൈൻ അല്ലേ, എവിടെ എങ്ങനെയാണ് ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം. അങ്ങനെ പ്രശ്നവും ഇല്ല. കാരണം ഡൗട്ട്സ് എവിടെ ഡൗട്ട്സ് വന്നാലും ഏതെങ്കിലും പോർഷൻസിൽ ഡൗട്ട്സ് വന്നാൽ അപ്പം തന്നെ നിങ്ങൾ അതിന് ടീച്ചറിനോട് ചോദിക്കാം. ഇനി ടീച്ചർക്ക് എപ്പോഴും ഞങ്ങളിപ്പോ ഒത്തിരി ബാച്ചുകളായാലും എടുക്കാൻ തുടങ്ങിയിട്ട്, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ടീച്ചർമാരെ സ്പീഡ് കൂട്ടി ചിലപ്പോൾ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പറയാം മിസ്സേ കുറച്ച് സ്പീഡ് കൂടുതലാണോ, കുറച്ച് സ്ലോ ആക്കോ എന്ന്. മെയിൻ ആയിട്ട് ഞാനാണ് സ്പീഡ് കൂട്ടിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറയണം, എന്റെ സ്പീഡ് കൂടുമ്പോ നിങ്ങൾ പറയണം കുറച്ച് സ്ലോ ആക്കണം കേട്ടോ മിസ്സേ, ഞാൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ. അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്പീഡ് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ പോവാം. ഓക്കെ, സ്പീഡ് എങ്ങനെ കൂടാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് കോമൺ ഡിസീസ് ഇൻ ചിൽഡ്രൻസ് ആണ്. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഞാൻ ഈ അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ടെസ്റ്റിലെ പോർഷൻസ് മാത്രമല്ല, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസുഖങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ആദ്യം നോക്കുന്നത് വൂഫിംഗ് കഫ് ആണ്. വില്ലൻ ചുമ കേട്ടിട്ടുണ്ടാരെങ്കിലും? വില്ലൻ ചുമ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഉണ്ട്. അല്ലെങ്കിൽ 100 days of cough എന്ന് പറയും. 100 days of cough. ഈ ചുമ വന്നു കഴിഞ്ഞാൽ 100 ദിവസം നമുക്കത് നീണ്ടു നിൽക്കും. 100 ദിവസം നമുക്ക് എന്ത് ചെയ്യും, നീണ്ടു നിൽക്കുന്ന ഒരു ചുമയാണ് എന്ത്, വില്ലൻ ചുമ എന്ന് പറയും. വൂഫിംഗ് കഫ് എന്നൊരു പേരുണ്ട്, 100 days of cough എന്നുണ്ട്, കഫ് ഓഫ് 100 days എന്ന് പറയുന്നുണ്ട്. ഇനി വേറൊരു പേരുണ്ട്, അതാണ് ഇമ്പോർട്ടന്റ്, പെർറ്റുസിസ്. അത് കേൾക്കുന്നുണ്ടോ? അപ്പോ അതിന് മറ്റൊരു നെയിമാണ് പെർറ്റുസിസ്. അത് എഴുതി വെക്കാം കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്. PERTUSSIS. PERTUSSIS പെർറ്റുസിസ് എന്ന് പറയും. Then 100 days of cough. 100 ദിവസം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് അതിന് പറയുന്ന ഒരു പേരാണ് 100 days of cough, or മറ്റൊരു പേര് കഫ് ഓഫ് 100 days. Cough of 100 days. രണ്ട് പേരുകളുണ്ട്. രണ്ടല്ല, 100 days of cough. ഓക്കെ, പെർറ്റുസിസ് എന്ന് കൂടെ ഒരു പേരുണ്ട്. ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് റോട്ടേറ്റ പെർറ്റുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. പെർറ്റുസിസ്. അവിടെ നിന്നാണ് ആ ഒരു പെർറ്റുസിസ് എന്നുള്ളൊരു പേര് വന്നത് കേട്ടോ. പെർറ്റുസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് കാണാൻ പറ്റുന്നില്ലേ? മെസ്സേജ് വരുന്നത് ഒന്നുകൂടെ പറയാതെ പോയി പെട്ടെന്ന് നോക്കുമ്പോ അത് താഴത്തായിട്ട് വന്ന് കിടക്കുന്നുണ്ട് അവിടെ മെസ്സേജ്. ആരതി മെസ്സേജ് ബാക്ടീരിയയുടെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയുവോ? എന്താണ് ആ ബാക്ടീരിയയുടെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയുവോ? CORDETELLA. ഓക്കെ. പെർറ്റുസിസ്. PERTUSSIS. ഓക്കെ. ഹൈലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ഏത്, വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആകും. ഞാൻ കാര്യം പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഇപ്പൊ എല്ലാവർക്കും ചുമയുണ്ടെന്ന് ഇല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എല്ലാവർക്കും കഫ് ഉണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്കോ ആർക്കെങ്കിലും ചുമയാണ്, ഭയങ്കരമായിട്ട് ചുമക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇടയ്ക്ക്?
ഇതൊക്കെ തന്നെ ആവാം. എന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ചുമക്കുന്നു. ഈ ചുമച്ചവർക്ക് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥ. പേഴ്സണലി അറിയണോണ്ടാണ് പറയുന്നത്. ഇപ്പൊ എനിക്ക് പരിചയമുള്ള 3 പേർക്ക് ഈ ഒരു കഫ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, നമുക്ക് പരിചയമുള്ളവർക്ക് ഈ ഒരു അസുഖം വരാം. ഇപ്പൊ 3 പേർക്ക് എന്റെ പരിചയത്തിൽ തന്നെ എന്തുണ്ട്, വിലങ്കാരി ചുമ. ചില സ്ഥലങ്ങളിൽ പല പല പേരുകളാണ്. വില്ലൻ ചുമ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഡോക്ടറെ അടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോ ഇതാണ്, ഈ ഒരു അസുഖമാണെന്നാണ് പറഞ്ഞത്. അപ്പോ ഈ ഒരു അസുഖം പെട്ടെന്ന് സ്പ്രെഡ് ആകും. ഇങ്ങനെയാണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖം. എങ്ങനെയാണ് ഈസിലി സ്പ്രെഡ് ആകും. ഇനി ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന മാത്രമല്ല, ആ ഒരു പേഷ്യന്റ് ചുമച്ച് ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരുന്നു. ശ്വാസം കിട്ടാത്തൊരവസ്ഥ, ഒട്ടും ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയിലേക്ക് അവർ എന്ത് ചെയ്യുന്നു, പോകുന്നു. സ്റ്റോപ്പ് കഫ് കോസസ് ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ വോമിറ്റിംഗ് മേ ഒക്കേഴ്സ്, ഒരു ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഇനിയിപ്പോ ഒരു കുട്ടിക്ക് ഇങ്ങനെ അസുഖം നമ്മളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ഭയങ്കരമായിട്ട് ചുമക്കാണ്, ചുമച്ചാണ് ശ്വാസം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക. കുട്ടീനെ മറ്റു കുട്ടികളിൽ നിന്ന് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഒരു ക്ലാസ് റൂമാണ്, നമുക്ക് എത്ര എയർ സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ക്ലാസ് റൂമാണ്. ഈ ഒരു കുട്ടി ചുമക്കുന്നതിലൂടെ ആ സ്പ്രെഡ് ആകുന്ന അസുഖങ്ങള് ഇമ്മ്യൂണിറ്റി കുറവുള്ള മറ്റു കുട്ടികൾക്കും കൂടി എന്ത് ചെയ്യും, അവരുടെ ബോഡിയിൽ കൂടി എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അസുഖമുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യാം. അവരുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. കാരണം നമ്മൾ വിചാരിക്കും ആ ചുമക്കല്ലേ എന്ന് വിചാരിക്കും, പക്ഷെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരും. അപ്പോ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വന്നാൽ നമുക്കറിയാലോ, ശ്വാസം കിട്ടാതെ മരണം വരെ സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് ഇത് വില്ലൻ ചുമ എന്ന് പറയുന്നത്. ഡെത്തിന് വരെയും, കുട്ടികളിലാണെങ്കിൽ അത് മരണത്തിന് വരെയും കാരണമാകുന്ന ഒരു അസുഖമാണ് ഇത് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യോ ആ ഒരു പാരഗ്രാഫ്? Whooping cough. It affects the children below 5 years of age. Non-stop cough cause difficulty in breathing, weak and vomiting may occur. It is very infectious. Hence, the child is secluded. നമ്മളപ്പോ എന്ത് ചെയ്യണം, ഇങ്ങനൊരു അസുഖം നമ്മുടെ ക്ലാസ്സിൽ കുട്ടിക്ക് ഉണ്ട്, ചുമക്കാണ്, ഭയങ്കര ചുമക്കാണെങ്കിൽ മാക്സിമം നമ്മൾ അവനെ എന്ത് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്യണം. മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കണം. കാരണം വൂഫിംഗ് കഫ് ആണ്, ഈസിലി സ്പ്രെഡ് ആകും. പിന്നെ എയർ സർക്കുലേഷൻ ഉള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകാം. കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് എപ്പോ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ കുട്ടീനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. വൂഫിംഗ് കഫിന്റെ ഒരു പേരുകൾ എന്തൊക്കെയായിരുന്നു? അറിയില്ല, റെസ്പോൺസ് ചെയ്യില്ല. Okay. Pertussis. 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 Okay അല്ലേ? അപ്പം പെർtussis എന്ന് പറയുന്ന അസുഖം എന്താണ് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാസ്കും കാര്യങ്ങളും വെയർ ചെയ്യാം. ഇപ്പോ മിക്കവർക്കും ആ ഒരു അസുഖമാണെന്ന് പറയുന്നുണ്ട്. ഡോക്ടേഴ്സിന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു അസുഖമാണ് എന്ന് മുതിർന്നവർക്ക് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികളായിട്ടുള്ള എന്താ പറയാ ഇടപെടലുകളും കുറച്ച് ഒഴിവാക്കാനാണ് നല്ലത്. ഓക്കെ ഓക്കെ ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖം ഡിഫ്തീരിയ ആണ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡിഫ്തീരിയ ശരിക്കും നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവുമായിരിക്കില്ല. മലയാളം നെയിം ഈ വൈറ്റ് കളറിലൊരു മെമ്പറേൻ നമ്മുടെ എന്താ പറയാ തോട്ട് ആൻഡ് വിൻഡ് പൈപ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ ഡെവലപ്പ് ആയി വരും. വൈറ്റ് കളറിലൊരു മെമ്പറേൻ. ആദ്യം നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റീസും കാര്യങ്ങളും, കുറച്ച് വേദന, തോട്ട് ഇൻഫെക്ഷൻ പോലെ ചെറിയൊരു വേദനയൊക്കെ ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നീട് ഈ മെമ്പറൈൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒട്ടും ബ്രീത്ത് ചെയ്യാനായിട്ട്, എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോൾ ഒട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് കുട്ടികൾ വരും. നോർമലി കുട്ടികളാണ് കണ്ടുവരുന്നത്. ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ് ഡിഫ്തീരിയ എന്ന് പറയും. സോ ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് വാക്സിൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വൈറ്റ് കളറിലെ മെമ്പറൈൻ ആണ്
ഈ മെംബ്രെയിനിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിലെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് അഫക്ട് ചെയ്യും. നമ്മുടെ മരണത്തിന് വരെ കാരണമാകുന്ന ഒരു അസുഖമാണ് ഏത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഡിസീസ് ആണ് ഏത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട് വിങ് പൈപ്പിനെയും അതേപോലെ ട്രക്കിയനെയുമാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, സിംറ്റംസ് പറഞ്ഞു, ഹൈ ടെമ്പറേച്ചർ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്. വൈറ്റ് കളറിലെ മെംബ്രെയിൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. നമ്മുടെ തോട്ടിലായിട്ട് വൈറ്റ് കളറിലെ മെംബ്രെയിൻ ഡെവലപ്പ് ചെയ്യും. പിന്നെ അത് ബിലോ 2 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികളെയാണ് അത് എഫക്ട് ചെയ്യുന്നതെങ്കിൽ എന്താ പറയുക, ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ്, മരണം സംഭവിക്കാവുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. ആന്റിബയോട്ടിക്സും മെഡിസിൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. സോ മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അസുഖത്തിന് കുട്ടികളെ സേഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കില്ല നമ്മുടെ കുട്ടികള്, അല്ലെങ്കിൽ അമ്മമാരെ എന്ത് ചെയ്യില്ല, തൊണ്ടവേദന അങ്ങനെ തോട്ട് ഇൻഫെക്ഷൻ അല്ലേ, നോർമലാണ്, കുറച്ച് ഉപ്പുള്ള വായിക്കൊണ്ടാൽ മതി, മാറും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആരും എന്ത് ചെയ്യില്ല, ഒരു ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്തിട്ട് എന്താണ് വേദന എന്ന് പറഞ്ഞതൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ അസുഖം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വൈറ്റ് കളറിലൊരു മെംബ്രെയിൻ ഉണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. പണ്ട് 1950 ഈ ഒരു അസുഖം വന്ന് ഒരുപാട് പേരുകൾ മരണം സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അന്ന് ഇതിനൊരു പേരുണ്ടായിരുന്നു, കില്ലർ ഡിസീസ്. കില്ലർ ഡിസീസ് അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അങ്ങനെ ഒരു പേര് അന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിട്ടുള്ളത് കില്ലർ ഡിസീസ് എന്നാണ്. കാരണം അന്ന് വാക്സിൻസോ മെഡിസിൻസോ ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, വാക്സിൻസും കാര്യങ്ങളും അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് ഈ അസുഖം വരുന്നില്ല. കാരണം ചെറുപ്പത്തിലേ തന്നെ അവർക്ക് പെൻറ്റാവാലന്റ് വാക്സിൻ ഉണ്ട്, 5 വാക്സിൻസ് ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്തീരിയയുടെയും കൂടി വാക്സിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. സോ ഇപ്പൊ കുട്ടികൾക്ക് വരുന്നില്ല. എന്നാലും നമ്മൾ കുട്ടികൾക്ക് എന്താണ്, തൊണ്ടവേദനയാണ്, തോട്ട് ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കുക. എന്താണ്, ഫ്ലാഷ് ഓൺ ചെയ്ത് നോക്കാം. ദെൻ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഉമിനീര്, ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തേക്ക് വരുന്ന എന്താണ് ഡ്രോപ്ലെറ്റ്സ് കാര്യങ്ങളിലൂടെയാണ് ഈ അസുഖം എന്ത് ചെയ്യുന്നത്, സ്പ്രെഡ് ആകുന്നത്. ഓക്കെ, ഇനി ഡിഫ്തീരിയയുടെ പേര്, സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര് കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ, CO1 കേട്ടോ. PDF ഒന്ന് കാണിക്കാമോ? ഓക്കെ, PDF കാണിക്കാം കേട്ടോ. കിട്ടിയിട്ടില്ല. ടോൺസിൽസും ഇങ്ങനെ തന്നെയൊക്കെ വരുന്നല്ലേ, പ്രശ്നമില്ല, നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറും. ഓക്കെ, കേട്ടോ. ഓക്കെ, സ്പെല്ലിംഗ് ആയിരിക്കാം. കൊറേനിയം ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ആ സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേര്. ടീച്ചർ സ്പെല്ലിംഗ് ഒന്നും കൂടെ പറയൂ, അത് വന്നിട്ട് പെട്ടെന്ന് പോകുന്നു. അതിലേടാ നിങ്ങളുടെ മെസ്സേജിൽ വന്ന് കിടപ്പുണ്ടാവും. മെസ്സേജ് ഒന്ന് എടുക്കാൻ നോക്കാം. 3 ഡോട്ട്സ് ഇല്ലേ, ആ ഡോട്ട്സ് ഉള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, മെസ്സേജ് കാണാൻ പറ്റും. നമുക്ക് ഇനി അത് ആവശ്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. സ്പെല്ലിംഗ് പറയാം, CORYNE,
BACTERYNE, then bacterium BACTERIUM, BACTERIUM, diphtheria diphtheriaയുടെ സ്പെല്ലിംഗ് ഞാൻ അയച്ചത് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. DIPHTHERIA ഞങ്ങളുടെ THS. നിങ്ങൾ പ്രെയർ ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? ആ ടീച്ചർ എല്ലാം പറഞ്ഞു തുടങ്ങി. നമ്മളെ പ്രിപ്പയർ ആയിട്ടിരിക്കുകയായിരുന്നു 3 കുട്ടികളും. ടീച്ചർ ചോദിക്കാത്തോണ്ടാണ്. ഞാനത് വിട്ടു പോയടാ. ഞാൻ നിങ്ങളെ ഫസ്റ്റ് ക്ലാസ്സിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു കേട്ടാ. സോറി കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ ചെയ്തോ. ഞാൻ ഇപ്പൊ 10:30 ആവുമ്പോൾ നമ്മുടെ ഇവിടെ റെക്കോർഡ് ഓൺ ആണ്. നിങ്ങളത് ടീച്ചേഴ്സ് വന്നിട്ടില്ലെങ്കിലും ഞങ്ങൾ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അത് റെക്കോർഡ് ഓൺ ആക്കായിരിക്കും. റെക്കോർഡ് ഓൺ ആയത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ടീച്ചറിനെ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പ്രെയർ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ അല്ലേ? ഓക്കെ ടീച്ചർ. ഓക്കെ, ഞാനത് വിട്ടു പോയതാണ് കേട്ടോ. സോറി. കാരണം ഞാൻ നിങ്ങൾ ഫസ്റ്റ് പുതിയ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഡിഫ്തീരിയയുടെ മറ്റൊരു പേരെന്തായിരുന്നു? കില്ലർ ഡിസീസ് എന്നാണ്. ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണ്. അതാരാ വായിക്കുന്ന ആ ഒരു പാരഗ്രാഫ് നമുക്ക് PDF തന്നിരിക്കുന്നത്? This disease of the throat, windpipe and trachea. The symptoms are high temperature, difficulty in breathing, etc. A membrane develops in the throat. If medical aid is not given within a short period, the child may die of choking. It affects other children easily. ഡിഫ്തീരിയ മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന throat, windpipe, trachea എന്ന പാർട്സ് ആണ്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വൈറ്റ് കളറിലെ മെംബ്രെയിൻ നമ്മുടെ തോട്ടിൽ ഡെവലപ്പ് ആകുന്നു. അത് നമ്മൾ എന്താ പറയുക, മെഡിക്കൽ എയ്ഡ് പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തന്നെ കുട്ടി ശ്വാസം കിട്ടാതെ മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. മറ്റു കുട്ടികളിലും ഈസിലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്ന് പറയുന്ന ജേംസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ, മെയിൻ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് കൗഡങ് അല്ലെങ്കിൽ ഹോസ് ഡങ്ങിലാണ്. നമ്മള് ചാണകം അതേപോലെ ഹോസ് ഡങ്ങിലൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്തത് ടെറ്റനസിന്റെ ജേംസ് ഗ്രോ ചെയ്യുന്നത്. നമ്മൾ മുതിർന്നവരാരും ചെരുപ്പൊന്നും ഇല്ലാതെ ചപ്പലൊന്നും ഇല്ലാതെ പറമ്പിലൊന്നും പോകില്ലല്ലോ അല്ലെ? മാക്സിമം എല്ലാവരും ചപ്പലൊക്കെ യൂസ് ചെയ്ത് തന്നെ പോവാം. കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചപ്പൽ സ്ഥിരം യൂസ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. കാരണം എന്താണ്, അവര് നല്ല എന്താ പറയണം, വേറെ എന്താണ് ചപ്പലൊന്നും യൂസ് ചെയ്യാതെ കളിക്കാനൊക്കെ പോകും. ഓക്കെ, നോർമൽ ആണ്. പക്ഷേ കുട്ടികളുടെ കാലില് ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിലൂടെ ഈ ടെറ്റനസിന്റെ ജേംസ് ബോഡിയിലേക്ക് എന്ത് ചെയ്യും, എൻ്റർ ആവും. അങ്ങനെ എൻ്റർ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അവർക്ക് നമ്മുടെ മസിൽസ് അതേപോലെ മസിൽസ് പ്രോപ്പർ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റിയ ഇനി കുറച്ചും കൂടി എക്സ്ട്രീം കേസിലേക്ക് വരാണെങ്കിൽ കാര്യങ്ങളും വരും. അങ്ങനെ വരുമ്പോ എന്താണ്, ആ ഒരു വ്യക്തിക്ക് അങ്ങനെ മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ള ഒരു അസുഖമാണ് ഇത് ടെറ്റനസ് എന്ന് പറയുന്നത്. ടെറ്റനസ് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ ഷോർട്ട് ഫോം പറയാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വാക്സിൻ ഒക്കെ എടുത്തിട്ടുണ്ടാവല്ലോ. ചെറിയ കാലം ചെറിയൊരു മുറിവുണ്ടെങ്കിൽ പോലും പോയി TT എടുക്കാറില്ലേ? എടുക്കാറുണ്ട്. ഓക്കെ,
അപ്പോൾ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാനാണ്. ഇനി കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ മുതൽ എന്താണ് ഈ ഒരു അസുഖം കുട്ടികൾക്ക് വരരുത് എന്ന് വിചാരിച്ച് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടി ടി എടുക്കുന്നുണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് ഇപ്പം 3 monthsലും 5 monthsലും എന്ത് ചെയ്യുന്നുണ്ട്, ടിറ്റിയുടെ ഫസ്റ്റ് ഡോസും പിന്നെ ബൂസ്റ്റർ ഡോസും കൊടുക്കാറുണ്ട്. പ്രഗ്നന്റ് കഴിഞ്ഞവർക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ടൈമിലൂടെ കടന്നു പോകുന്നവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് എന്താണ് വാക്സിൻസ് കിട്ടുന്നുണ്ട് ഇല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കാലിനൊക്കെ ചെറിയ മുറിവ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യാണ് വേണ്ടത്. സപ്പോസ് ഇനി നമുക്ക് വാഷ് ചെയ്തു എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, ടി ടി എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിധി വരെ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താണ് എന്താണ് ഓക്കെ രേഷ്മ ഓക്കേടാ, മ്യൂട്ട് ആയിക്കോട്ടോ. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും മ്യൂട്ട് ആയിട്ടിരിക്കാൻ നോക്കുക. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കാരണം നിങ്ങൾ മ്യൂട്ട് ഓൺ ചെയ്യുമ്പോൾ എനിക്ക് അപ്പ ആരാണെന്ന് മനസ്സിലാവും. ഓക്കെ. ദെൻ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇൻഡിഫറൻസ് ഇൻ മസിൽസ്. ഇവിടെ മസിൽസിൽ ഇൻഡിഫറൻസ് വരും. ടെറ്റനസിന്റെ സിംറ്റംസ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. മസിൽസ് പ്രോപ്പർ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മള് നെർവസ് സിസ്റ്റത്തിനെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ മസിൽസിന്റെ കോർഡിനേഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് അഫക്ട് ചെയ്യും. നമുക്ക് പ്രോപ്പർ ആയിട്ടൊന്നും മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതേപോലത്തെ ഒരു അഫക്റ്റ് ആണ് വരുന്നത്. ആ ബാക്ടീരിയയുടെ പേര് ക്ലോസ്ട്രീഡിയം ടെറ്റനി ബാക്ടീരിയ, സി ടെറ്റനി എന്ന് പറയും. ഞങ്ങൾ ഷോർട്ട് ആയിട്ട് സി ടെറ്റനി എന്ന് പറയുന്ന ക്ലോസ്ട്രീഡിയം ടെറ്റനി ബാക്ടീരിയ ആണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയത് എഴുതിയത് കേട്ടോ. ചെടുകൊണ്ട് നമ്മളറിയാതെ ഒരു സംഭവിച്ചു. അത് നമ്മുടെ പാദത്തിലാണെങ്കിൽ മേ ബി അതിലൂടെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഈ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഏതൊന്നും എഴുതിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ. ഓക്കെ. ടെറ്റനസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ സൈനിനും ഇല്ല, പ്രെയർ ഇല്ല. തോട്ട് ഓഫ് ദ ഡേയും സൈൻ ഔട്ടും ഒരാൾക്ക് പറയാവുന്നതാണ് കേട്ടോ. തോട്ട് ഓഫ് ദ ഡേ ആരായിരുന്നു? Sabita. സബിത പറഞ്ഞോളൂ. തോട്ട് ഓഫ് ദ ഡേ. Learn from yesterday, live for today, hope for tomorrow by Albert Einstein. ഓക്കെ. സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? Thank you, ma'am. Today class was very useful. Thank you so much. താങ്ക് യു. Thank you, teacher. Thank you, miss. Thank you, teacher. Thank you, miss. Thank you, ma'am. താങ്ക് യു.